ഇന്ന് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത് ഗൂഗിൾ ക്ലാസ് റൂമുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അതായത് അധ്യാപകർ ഗൂഗിൾ ക്ലാസ് റൂമിൽ വർക്ക് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ വർക്കുകൾ എങ്ങനെ കാണാൻ സാധിക്കും എന്നും അതേപോലെ തന്നെ ആ വർക്കുകൾ എങ്ങനെ തിരിച്ച് അധ്യാപകർക്ക് അയച്ചു കൊടുക്കാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത്. അപ്പം ഇത് നിങ്ങളെ ഫോണിൽ ഗൂഗിൾ ക്ലാസ് റൂം എല്ലാവരും ഇൻസ്റ്റാൾഡ് ആണ്. അപ്പം അധ്യാപകൻ നിങ്ങളുടെ മക്കൾക്ക് വർക്ക് അയച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ബാറിൽ എന്ത് വരും? വർക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് വരും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ അത് നേരെ ഗൂഗിൾ ക്ലാസ് റൂമിൻ്റെ ഇതിലേക്ക് പോകും. അതേപോലെ തന്നെ നമുക്ക് ആപ്ലിക്കേഷൻസിൽ പോയിട്ട് ആപ്ലിക്കേഷനിൽ ക്ലാസ് റൂം എന്ന ആപ്പിലൂടെ നമുക്ക് അതിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കും. ഇതാണ് ഗൂഗിൾ ക്ലാസ് റൂമിൻ്റെ ആപ്പ്. അപ്പോൾ ക്ലാസ് റൂമിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം ആ ഒരു ഇതിലേക്ക് പ്രവേശിച്ചു. അതായത് ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് ഇവിടെ വർക്ക് ഇവിടെ എഴുതിയിട്ടുണ്ട്, മലയാളം കോപ്പി എഴുതുക. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വർക്ക് ഓപ്പൺ ആയിട്ട് വരും. എന്താണ്? ഡ്യൂ ടുഡേ 7 PM. ഇന്ന് വൈകിട്ട് 7 മണിക്കുള്ളിൽ ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മലയാളം കോപ്പി എഴുതുക. അപ്പം ഇവിടെ ഉണ്ട്, ചുവടെ തന്നിരിക്കുന്ന വീഡിയോയും ചിത്രവും നിരീക്ഷിച്ച് കോപ്പി എഴുതുക. അറ്റാച്ച്മെന്റ്സ് കാണുന്നുണ്ട്, വീഡിയോസ് ഉണ്ട്, ഇവിടെ പിക്ചർ ഉണ്ട്. അപ്പോൾ വീഡിയോസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ പ്ലേ ആവുകയും അതെല്ലാവരും കുട്ടികളെ കാണിച്ചു കൊടുക്കുകയും അതേപോലെ തന്നെ ഈ ചിത്രത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് കോപ്പി ചെയ്തതെന്ന് അവിടെ കാണാനായിട്ട് പറ്റും. അത് കാണിച്ചതിന് ശേഷം ബാക്ക് അടിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ യുവർ വർക്ക് എന്ന് ഇവിടെ കാണാം, ഡ്യൂ ടുഡേ 7 PM. അപ്പോൾ അതിൻ്റെ തൊട്ടടിയിലായിട്ട് പ്ലസ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്, ഏഡ് വർക്ക് ഏഡ് ചെയ്യാൻ. ആ ഒരു വർക്ക് ഏഡ് ചെയ്യാനുള്ള ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏഡ് വർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ ഓപ്ഷൻസ് 6 ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ക്യാമറ എന്ന് പറയുന്ന ഓപ്ഷനാണ്. ക്യാമറ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 3 ഓപ്ഷൻസ് വരും. സ്കാൻ പേജസ്, ടേക്ക് ഫോട്ടോ, റെക്കോർഡ് വീഡിയോ. അതിൻ്റെ അകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് ടേക്ക് ഫോട്ടോ ആണ്. അപ്പോൾ നിങ്ങൾ കുട്ടികൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? ആ ടേക്ക് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ആ വർക്ക് എന്ത് ചെയ്യുക? കറക്റ്റായിട്ട് നമ്മൾ ക്യാമറ വെച്ചിട്ട് ഫോട്ടോ എടുക്കുക. ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ 2 ഓപ്ഷൻ വരും. ഒരു ഇൻറ്റു മാർക്ക് ക്യാൻസൽ ചെയ്യാനുള്ള ബട്ടണും അതേപോലെ തന്നെ ശരി ഓക്കെ അടിക്കാനുള്ള ബട്ടണും. അപ്പം ഓക്കെ അടിക്കാനുള്ള ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോട്ടോ നമ്മുടെ ഗൂഗിൾ ഡ്രൈവിലേക്ക് സേവ് ആവാം. കുറച്ച് ടൈമുകളിൽ അത് അപ്ലോഡ് ആവും ഗൂഗിൾ ഡ്രൈവിലേക്ക് അപ്ലോഡ് ആയി കഴിഞ്ഞാൽ അതിവിടെ വരും, യുവർ വർക്കിൽ വരും, മലയാളം കോപ്പി എഴുതുക, അവിടെ കാണിച്ചു പോകും. അപ്പോൾ ഇനി ഇതിപ്പോൾ ഗൂഗിൾ ഡ്രൈവിലേക്ക് ആയി. ഇനി നമ്മൾ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അധ്യാപകർക്ക് ഇത് പോകും, തിരിച്ച് അധ്യാപകർക്ക് പോകും. അപ്പോൾ അത് ഹാൻഡ് ഇന്നിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹാൻഡ് ഇൻ യുവർ വർക്ക് 1 attachment will be submitted for മലയാളം കോപ്പി എഴുതുക. ഹാൻഡ് ഇൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അധ്യാപകന് അത് സെൻഡ് ആവും. ഓക്കെ, വർക്ക് സബ്മിറ്റഡ്. ഇത് നിങ്ങളുടെ അധ്യാപകന് കിട്ടിയ വർക്ക്. അപ്പം അത് നിങ്ങളുടെ അധ്യാപകൻ നോക്കുകയും അത് തിരിച്ച് നിങ്ങൾക്ക് അയച്ചു തരികയും ചെയ്യും. ഓക്കെ, താങ്ക് യു.